കഴിഞ്ഞ 10 വർഷത്തിനിടെ തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ നടന്നത് 2500 കോടി രൂപയുടെ സമാനതകളില്ലാത്ത വികസനമാണെന്ന് എം രാജഗോപാലൻ എംഎൽഎ വാർത്താസമ്മേളനം നടത്തിയാണ് എംഎൽഎ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. This news sponsored by Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kuttiyadi. കഴിഞ്ഞ 10 വർഷത്തെ കേരളത്തെ ഇടതു സർക്കാർ ഭരണത്തിനിടെ തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിൽ 2503 കോടി 68 ലക്ഷം രൂപയുടെ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയതെന്ന് എം രാജഗോപാലൻ എംഎൽഎ പറഞ്ഞു. രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ഗ്രാമപഞ്ചായത്തുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സമഗ്രമായ മുന്നേറ്റമാണ് മണ്ഡലത്തിൽ ഉണ്ടായതെന്നും UDF ഭരിക്കുന്ന പഞ്ചായത്തുകളെ അവഗണിച്ചു എന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്നും എംഎൽഎ വ്യക്തമാക്കി. അപ്പോൾ അത് വെച്ചിപ്പോൾ IT വകുപ്പ് മുൻകൈയെടുത്തു. 50,000 ചതുരശ്ര അടിയുള്ള കെട്ടിടത്തിനാണ് അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ മറ്റേ കാര്യങ്ങൾ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത് വ്യവസായ പാർക്കാക്കുന്നതിൻ്റെ ഭാഗമായി ബഡ്ജറ്റ് 20 കോടിയുടെ പ്രൊജക്റ്റുകൾ ഉൾപ്പെടുത്തി. 2024-25 ബഡ്ജറ്റിൽ വീണ്ടും 10 കോടി രൂപയുടെ പ്രൊജക്ഷൻ ഉണ്ടാക്കി. അതിപ്പോൾ തടസ്സമുണ്ടായിരുന്നത് IT പാർക്കിന് കോടികൾ IT ഡിപ്പാർട്ട്മെൻറ്റിനോട് ആ നഷ്ടപരിഹാരം അല്ലെങ്കിൽ ആ പൈസ IT ഡിപ്പാർട്ട്മെൻറ്റിന് കിട്ടുന്നില്ല. അപ്പോൾ അത് പിന്നെ ആദ്യമായിട്ട് വ്യവസായ വകുപ്പ് പെട്ടെന്ന് കൊടുക്കാൻ കഴിയും. അപ്പോൾ അതിൻ്റെ സാങ്കേതികത്വം എന്നാണ് 3 തവണ മന്ത്രിതലത്തിൽ തന്നെ ഉന്നത ചർച്ച നടത്തിയതിനു ശേഷം തീരുമാനമായി കൊടുക്കാൻ തീരുമാനമായി. ഇപ്പോൾ വ്യവസായ പാർക്കിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ സ്ഥലം വിസിറ്റ് ചെയ്തു. നമുക്ക് ഏറ്റവും വേഗത്തിൽ തന്നെ വ്യവസായ പാർക്ക് കിഫ്ബി, നബാർഡ്, MLA ഫണ്ട് ഉൾപ്പെടെയുള്ള വിവിധ സ്രോതസ്സുകൾ ഉപയോഗിച്ചാണ് പദ്ധതികളെല്ലാം പൂർത്തിയാക്കിയത്. മണ്ഡലത്തിലെ 32 പാലങ്ങൾക്കായി 564.54 കോടി രൂപയും റോഡുകളുടെ നവീകരണത്തിനായി 849.62 കോടി രൂപയും അനുവദിച്ചു. ഇതിനു പുറമെ വിദ്യാഭ്യാസ മേഖലയിൽ 127.62 കോടി രൂപയും കുടിവെള്ള പദ്ധതിക്കായി 470.26 കോടിയും വകയിരുത്തി. താലൂക്ക് ആശുപത്രികളിൽ ഡയാലിസിസ് സെന്ററുകൾ ആരംഭിച്ചതും സ്പോർട്സ് ഹബ്ബുകളുടെ നിർമ്മാണവും വികസന നേട്ടങ്ങളിൽ പ്രധാനമാണ്. മണ്ഡലത്തിന്റെ ഭൂമിശാസ്ത്രം പോലും അറിയാത്ത സ്ഥാനാർത്ഥിയാണ് UDFന്റേതെന്നും ജനകീയമായ LDF സ്ഥാനാർത്ഥി ഡോക്ടർ VPP മുസ്തഫ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നുമുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിച്ച MLA പ്രദേശത്തെ മണൽത്തരിക്ക് പോലും സുപരിചിതനായ മുസ്തഫയിലൂടെ വികസന തുടർച്ചയുണ്ടാകുമെന്നും കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.